കഴിഞ്ഞ 10 വർഷങ്ങളിൽ LDF സർക്കാർ KSRTCയിൽ പുതിയ നിയമനങ്ങൾ പൂർണ്ണമായും തടഞ്ഞതിന്റെ വിവരങ്ങൾ പുറത്ത്. പിൻവാതിൽ നിയമനങ്ങൾ നടത്തി KSRTC ലാഭത്തിലെന്ന് വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടാണ് ഈ നീതി നിഷേധത്തിന് മറപിടിച്ചത്. ഇത് സംബന്ധിച്ച PSCയുടെ വിവരാവകാശ രേഖകൾ പുറത്തുവന്നു. UDF സർക്കാരിന്റെ കാലത്ത് ആയിരക്കണക്കിന് പേർക്ക് തൊഴിലവസരം ലഭിച്ചപ്പോഴാണ് LDF സർക്കാർ നിയമനങ്ങൾ തടഞ്ഞത്. സ്വിഫ്റ്റ് സംവിധാനത്തിലൂടെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിൽ അഴിമതിയുള്ളതായും യോഗ്യതയില്ലാത്തവരെ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുന്നതുമായുള്ള ആരോപണം ശക്തമാണ്. ക്രമേണ ഇത് സ്വകാര്യവൽക്കരണത്തിനും KSRTC അടച്ചുപൂട്ടപ്പെടാനും കാരണമാകുമെന്ന ആശങ്ക എങ്ങും ശക്തിപ്പെടുകയാണ്. KSRTC ലാഭമാക്കി എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ തട്ടിപ്പ് രഹസ്യം വിവരാവകാശ രേഖകളിലൂടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പുറത്തുവിട്ടത്. KSRTCയിൽ 2011 മുതൽ 2015 വരെ UDF ഭരണകാലത്ത് റിസർവ് കണ്ടക്ടർ തസ്തികയിൽ 9300 നിയമന ശുപാർശകൾ, റിസർവ് ഡ്രൈവർ തസ്തികയിൽ 3974 നിയമന ശുപാർശകൾ, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ 667 നിയമന ശുപാർശകൾ, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ തസ്തികയിൽ 48 നിയമന ശുപാർശകൾ, സ്റ്റോർ ഇഷ്യൂവർ തസ്തികയിൽ 45 നിയമന ശുപാർശകൾ എന്നിവ നൽകിയിരുന്നു. ഇതുൾപ്പെടെ UDF KSRTCയിൽ ആകെ 14034 ഒഴിവുകൾ നികത്തി. 2016 മെയ് 25 ശേഷം 2026 ജനുവരി 31 വരെ റിസർവ് ഡ്രൈവർ തസ്തിക ഉൾപ്പെടെ 6 തസ്തികകളിലേക്ക് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും നിയമനങ്ങൾ നടന്നിട്ടില്ല. 2017ലും 2021ലും വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ച് റാങ്ക് ലിസ്റ്റുകൾ 31/12/2019നും 29/1/2024നും പ്രസിദ്ധീകരിച്ചിട്ടും ഈ കാലയളവിൽ KSRTC ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ ഒരു നിയമന ശുപാർശയും നടന്നിട്ടില്ല. 2016 ഡിസംബർ 30-ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും OMR പരീക്ഷ നടത്തുകയോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സമാന്തരമായി സ്വിഫ്റ്റിൽ പിൻവാതിൽ താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമാണ്. തുച്ഛമായ ശമ്പളം നൽകുന്നതുകൊണ്ട് പരിശീലനവും പരിചയവും കുറഞ്ഞവരെ ഡ്രൈവർമാരായി നിയമിച്ചതോടെ അപകടങ്ങൾ വർദ്ധിച്ചതായും KSRTCയിലേതുപോലെ സാങ്കേതിക വിദഗ്ധരുടെ അഭാവം സ്വിഫ്റ്റിലുള്ളത് മൂലം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി കാര്യക്ഷമമായി നടക്കാത്തത് വാഹനങ്ങൾ തീപിടിക്കുന്നതിന് കാരണമായിരിക്കുന്നതായും ആരോപണമുണ്ട്. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുവാൻ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഡീസൽ ബസ്സുകൾ ഉപേക്ഷിച്ച് ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറുമ്പോൾ ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷം ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കി KSRTCക്ക് വാങ്ങിയ പുതിയ ഡീസൽ ബസ്സുകളാകട്ടെ നിരന്തരമായ ഓട്ടത്തിന് പര്യാപ്തമല്ലാത്ത എഞ്ചിനും ടയറുമാണെന്നും ആയുസ് കുറവാണെന്നും ആക്ഷേപമുണ്ട്.